ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾ എന്താണ് കാണാൻ പോകുന്നത് എന്ന് വെച്ചാൽ ശരാശരി എൻ്റെ ഒരു ദിവസത്തെ പരിപാടികളും പരിപാടി ഇല്ലായ്മകളുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബൈ ദ വേ, ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നോർമലി ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷം എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കുക അല്ലെങ്കിൽ ബെഡിൽ തന്നെ ഇങ്ങനെ കിടക്കുക എന്നുള്ളൊരു പരിപാടി മസ്റ്റാണ്. അങ്ങനെ ആ ഒരു നീണ്ട ഇരുത്തത്തിന് ശേഷം ഞാൻ പിന്നെ പോകുന്നത് കിച്ചണിലോട്ടായിരിക്കും. നോട്ട് ദ പോയിൻ്റ്, എണീറ്റ പാടെ പണിയെടുക്കാനല്ല ഗൈസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം. അവിടെ ഇങ്ങനെ തപ്പിപ്പറുക്കി എന്തുണ്ട് എന്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ലൈക്ക് ഒരു നോക്കൽ, ഒന്ന് നിരീക്ഷിക്കുക. എല്ലാം നിരീക്ഷിക്കും ഞാൻ, സ്റ്റോറടക്കം ഞാൻ നിരീക്ഷിക്കും. അതെന്തോ അങ്ങനെ ആയിപ്പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴുണ്ട് ടേബിള് ആകെ അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ നമുക്കിത് ആദ്യത്തെ പണിയായിട്ട് ടേബിൾ ക്ലീൻ ചെയ്ത് കുട്ടപ്പിയാക്കാം. സാധാരണ എല്ലാ ദിവസവും എനിക്കിതിങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം മിക്ക ദിവസങ്ങളും ഞാൻ നീറ്റായിട്ട് കൊണ്ട് വെക്കലുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി എന്തോ കാര്യമായിട്ടൊരു പണി ഉള്ളത് കൊണ്ടാവണം ഞാൻ അവിടെ തന്നെ സ്റ്റക്കായിട്ട് പോയി കിടന്നുറങ്ങിയത്. പിന്നെ രാവിലെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുക. അങ്ങനെ ആ പരിപാടിയിലൊക്കെ ക്ലീനായിട്ട് നീറ്റായിട്ട് ചെയ്തിട്ട് ഒന്നും കൂടി റീഅറേഞ്ചൊക്കെ ചെയ്ത് എല്ലാ സാധനങ്ങളും വെച്ച് നല്ലൊരു വട്ടത്തിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്നത് ബ്രഷ് ചെയ്യാനാണ്. എന്നിട്ടാണ് ഞാൻ പോകുന്നത്. കുറച്ച് ലാഗാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ നോർമലി എല്ലാ ദിവസങ്ങളും പോവൽ. പിന്നെ വെള്ളം കുടി, അത് നമ്മൾ എന്ത് കഴിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, അതങ്ങനെയാണല്ലോ. എന്നിട്ട് നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ്. പിന്നെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എല്ലാ പരിപാടികളും ആരംഭിക്കുന്നത്. അങ്ങനെ ഓരോന്നായി എടുത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ പണി തുടങ്ങി. ഞാൻ അത്ര നന്നായിട്ട് ചപ്പാത്തി പരത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ചില സമയത്ത് നല്ല പോലെ വരുന്നുണ്ട്, എന്നാൽ ചില സമയത്ത് നല്ല കോലമായിട്ടും വരുന്നുണ്ട്. എൻ്റെ ചപ്പാത്തി പരുത്തൽ അതിമനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തെന്നാൽ ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ചപ്പാത്തി പരുത്തി അടിപൊളി വട്ടത്തിലാക്കി പരുത്തണമെന്നിങ്ങനെ വിചാരിക്കുമ്പോൾ സത്യം പറയാലോ, ആ സമയത്തായിരിക്കും നല്ല ഊള പോലത്തെ ചപ്പാത്തിയായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെ നിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ടോ? എനിക്കത് എപ്പോഴും സംഭവിക്കുന്നു. ആരും നോക്കുന്നില്ലെങ്കിൽ അടിപൊളിയായിട്ട് വരും. എന്നാൽ ആരെങ്കിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഷെയിം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആ ടൈമിൽ എന്തായാലും കുളം ചപ്പാത്തി ആയിരിക്കും എനിക്ക് എപ്പോഴും പരത്തി കിട്ടുക. അങ്ങനെ എൻ്റെ പരത്തലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് നീറ്റാക്കി. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി ചുടലായിരുന്നു. അത് പിന്നെ ഉമ്മ ഏറ്റെടുത്തു. ഉമ്മാൻ്റെ ചപ്പാത്തി ചുടൽ അത് ഒന്നൊന്നര ചുടലാണ്. ആദ്യം 2 പ്രാവശ്യം പാനിലും പിന്നെ 2 പ്രാവശ്യം സ്റ്റൗവിൽ ഡയറക്റ്റൊക്കെ ആയിട്ടൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ചപ്പാത്തി ചുടൽ. ഒന്നുമില്ലെങ്കിലും പൊള്ളി വരുന്നതും കാണാനും നല്ല രസമാണ്. പിന്നെ നമ്മൾ പോയത് കറി ഉണ്ടാക്കാനാണ്. നമ്മൾ ഒരുമിച്ചിട്ടാണ് കറിയൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ആ ഒരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പരിപാടി, എന്താ പരിപാടി എന്നൊന്നും അറിഞ്ഞൂടാ, ഞാനിങ്ങനെ തേരാപാര നടക്കുന്ന, അതാണല്ലോ എൻ്റെ ഇവിടുത്തെ മെയിൻ പരിപാടി. കുറച്ച് നേരം മുറ്റത്തിരിക്കുന്നു, തിരിച്ച് റൂമിൽ വരുന്നു, അല്ലെങ്കിൽ ഹാളിൽ നടക്കുന്നു. ഇതൊക്കെ തന്നെയാണ് എൻ്റെ എല്ലാ ദിവസത്തെയും പരിപാടികൾ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആ ഒരു ടൈമാണ്. പിന്നെ ഒന്നും നോക്കാനില്ല, ഇരുന്നു കഴിച്ചു. പിന്നെ കറണ്ട് ഇല്ലായിരുന്നു, അതാണ് ഈ ലൈറ്റ് ഇല്ലാതെ ഒരുമാതിരി ഡാർക്കായി പോയത്. ബാക്ക്ഗ്രൗണ്ടിൽ വാപ്പ ആരോടോ സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളതാണ് ഈ ചെടികൾ. ഇതിൽ ഞാൻ കുറേ ദിവസമായിട്ട് 2-3 ഫ്ലവേഴ്സിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരും മുളക്കുന്നില്ല. പിന്നെ ആകെ മുളച്ചത് കുറച്ച് ചീരയായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ മുറ്റം ഭാഗം, അതായത് ഫ്രണ്ട് സൈഡ്. അങ്ങനെ ആ ഭാഗത്തിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉമ്മ ഇവിടെ നല്ലൊരു അധ്വാനത്തിലാണ്. വെള്ളമൊക്കെ കോരി ചെടികൾക്കൊക്കെ ഒഴിക്കുന്നുണ്ട്. വാപ്പ അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എനിക്ക് അറിയില്ല, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കാര്യമായിട്ട്. പിന്നെ ഞാൻ വെള്ളം കുടിക്കാനൊറ്റ പോയതാണ്. പിന്നെ വീണ്ടും വന്നു, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ക്യാമറ മാത്രം പിടിക്കുന്നില്ല, ഞാൻ അപ്പുറത്ത് പണിയൊക്കെ എടുക്കുന്നുണ്ട്. ബട്ട് ഞാനത് ക്യാമറയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ, കാരണം ഞാൻ പണിയെടുക്കുന്നതും ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതും അതൊരു സുഖമില്ലാത്ത പരിപാടി ആയതുകൊണ്ട്
ഞാൻ ഇവരിങ്ങനെ അധ്വാനിക്കുന്നതാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഞാനത് നോക്കുന്നുമുണ്ട്. പിന്നെ ഇതൊക്കെ എന്തെന്ന് വെച്ചാൽ എനിക്കൊരു പണിയില്ല, പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഇതാണിതൊക്കെ. വെറുതെ എന്തിനോ വേണ്ടി വെറുതെ ഇരിക്കുന്ന ഞാൻ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നല്ല കണ്ടൻറ് ഇടണം, നല്ല വെറൈറ്റി വീഡിയോസ് ഇടണം എന്നെനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. മാത്രം ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. എന്തിനോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിക്കലാണ് എൻ്റെ മെയിൻ ഹോബി. പിന്നെ കുറച്ചു നേരം ന്യൂസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. പിന്നെയും എന്തിനോ ഇങ്ങനെ ഇരിക്കുന്നു, അതാണ് ഇവിടുത്തെ മെയിൻ. ഏറെക്കുറെ ഒരു 11-12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തൊരു സമയമാണ്. ആ ഒരു സമയമാകുമ്പോഴാണ് നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവിയിട്ട് ഞാൻ പോയി വീണ്ടും ഇരുന്നു. ദെൻ ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബീച്ച് സൈഡിലോട്ട് വന്നതാണ്, ഒന്ന് റിലാക്സ് ആവാമല്ലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരോട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ബൈ ബൈ ഗായ്സ്.